ഹായ്, എൻ്റെ പേര് അശ്വിനി. ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് സ്റ്റഡീസ് ആണ് എടുക്കുന്നത്. നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കും. ആദ്യം നമുക്ക് ബിസിനസ്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ബിസിനസ് അതിന് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് വലുതാണ്. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങി അതിലൂടെ നമ്മുടെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങി നമുക്കറിയാം അവിടെ ഒരുപാട് എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പോൾ ഒരുപാട് ജോലി ഇല്ലാത്ത അൺഎംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. അതോടുകൂടി അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും, പോവർട്ടി കുറയും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് വന്നാൽ ആ ഭാഗത്ത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വരും. റോഡ് ആയാലും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഇലക്ട്രിസിറ്റി, അങ്ങനെ ഒരുപാട് വരും. ഇപ്പൊ ഞാൻ പറയാം, ഒരു എയർപോർട്ട് വന്നതോടുകൂടി നമ്മുടെ നെടുമ്പാശ്ശേരി എല്ലാം ഒരുപാട് മാറി, ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ വന്നു. അങ്ങനെ ഒരു ബിസിനസ് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് തുടങ്ങുമ്പോൾ അവിടെ ഒരുപാട് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. പിന്നെ നമ്മളൊരു ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പഠിക്കും. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും നല്ല പ്രൊഡക്ട്സ് അവൈലബിൾ ആവും. അപ്പൊ നമ്മൾ നല്ല രീതിയിലുള്ള നമ്മുടെ കൺട്രിയിൽ ഒരുപാട് ബിസിനസ് വരുമ്പോൾ നമ്മുടെ കൺട്രിയുടെ ഗുഡ് വില്ല് കൂട്ടാനും നമ്മൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ എൻ്റർ ചെയ്യാനെല്ലാം ഇത് സഹായിക്കും. അടുത്തായിട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ, അതിൽ എക്കണോമിക് ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, ഹ്യൂമൻ, നാഷണൽ ആൻഡ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ് ആണുള്ളത്. ഇക്കണോമിക് എന്ന് പറയുമ്പോൾ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആദ്യത്തെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ പുതിയ പുതിയ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക, പുതിയ പുതിയ കസ്റ്റമേഴ്സിന്, അതോടുകൂടി നമ്മുടെ ബിസിനസ് കൂടും. പിന്നെ ബിസിനസിന്റെ ഡെവലപ്മെന്റ്, എക്സ്പാൻഷൻ, ഇതെല്ലാം എക്കണോമിക് ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ എന്താ പറയുക, പുതിയ ഇന്നോവേഷൻസ്, നമ്മുടെ അവൈലബിൾ ഉള്ള റിസോഴ്സസ് എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമ്മുടെ മണി എല്ലാം സേവ് ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിന്റെ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, നല്ല ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുക. നമ്മളൊരു ബിസിനസ് നമ്മളുടെ ബിസിനസ് എൻവിയോൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്കും കൂടി നല്ല രീതിയിലായിട്ട് യൂസ് ചെയ്യുക. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നല്ലതായിട്ട് കൊടുക്കുക, റീസണബിൾ പ്രൈസിന് കൊടുക്കുക, ഫ്രോഡ്ലൻഡ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രൊഡക്ട്സ് കൊടുക്കുക. നമ്മളുടെ ഒരു ബിസിനസ് ഒരിക്കലും നമ്മുടെ എൻവിയോൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലായിരിക്കും നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ബിസിനസ്സിൽ നിന്ന് പൈസയൊക്കെ നമ്മൾ സൊസൈറ്റിക്കും കൂടി ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റോഡ് പണി, ഇതിനൊക്കെ അങ്ങനെയുള്ള സൊസൈറ്റിക്ക് കൊണ്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് കൊടുക്കുകയാണ് ഈ സോഷ്യൽ ഒബ്ജക്റ്റീവിൽ വരുന്നത്. നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ബിസിനസിന്റെ. അടുത്തത് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എംപ്ലോയീസിന് നല്ല സാലറി കൊടുക്കുക, അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക, അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ഈ വക ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഹ്യൂമൻ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. നാഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, നമ്മളൊരു തുറമ്പൻ നമ്മുടെ പ്രൊമോഷൻ എന്താ പറയുക, നല്ല രീതിയിലുള്ള സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ വെച്ച് നമ്മൾ ബിസിനസ് നടത്തുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ടാക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പേ ചെയ്യുക. അപ്പൊ നമ്മൾ നാഷണൽ ഡെവലപ്മെന്റിന്, GDP റേറ്റ്, അങ്ങനെയുള്ള ഡെവലപ്മെന്റിനെല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ഒബ്ജക്റ്റീവ് അതിന് ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മളുടെ നാഷനെ എത്തിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. ഇനി റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ബിസിനസ്. റോൾ ഓഫ് പ്രോഫിറ്റ് ഇല്ലാതെ ഒരു ബിസിനസ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ബിസിനസ്സിന് എല്ലാം പ്രോഫിറ്റ് ആണ്. നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന്റെ മേജർ ആയിട്ടുള്ള മോട്ടീവ്, ബിസിനസ് ചെയ്യുന്നതിനാ പ്രോഫിറ്റ് കിട്ടാൻ. അപ്പൊ എന്തൊക്കെയാണ് ബിസിനസിന്റെ പ്രോഫിറ്റ് കൊണ്ടുള്ള മോട്ടീവ്സ്, എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് കൊണ്ടുള്ള റോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് സർവൈവൽ. ഒരു ബിസിനസിന്റെ സർവൈവൽ നമുക്ക് പ്രോഫിറ്റ് ആവശ്യമാണ്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പിന്നെ ആ ബിസിനസിന് നിലനിൽപ്പില്ല. പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ ആ ബിസിനസിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ ഒരു ബിസിനസിന് ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷന് സാധിക്കൂ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് വിപുലീകരിക്കാനും ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ കമ്പനിയോട് വെച്ച് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അടുത്തത് ഇൻസെന്റീവ്. നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയീസിന് നല്ലതായിട്ട് ഇൻസെന്റീവ്സ് എല്ലാം കൊടുക്കാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അടുത്തത് പ്രസ്റ്റീജ്. നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് നല്ല പ്രസ്റ്റീജ് ഉണ്ടാവും, നല്ല ഗുഡ് വിൽ ഉണ്ടാവും. ആൾക്കാർ നല്ല രീതിയിൽ പോകുന്ന ബിസിനസ് ആണെന്ന് പറയും. പക്ഷെ പ്രോഫിറ്റ് ഇല്ലാതെ ഡള്ളായിട്ട് കിടക്കുന്ന ബിസിനസ് ആണെങ്കിൽ നമ്മൾക്ക് പ്രസ്റ്റീജ് ഉണ്ടാവില്ല. അടുത്തത് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. ഈ നമ്മുടെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യണം. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പിന്നെ ബിസിനസ് ഗോൾ ഇല്ല അവിടെ. പിന്നെ മെഷേഴ്സ് ഓഫ് എഫിഷ്യൻസി. നമ്മൾ കിട്ടുന്ന പ്രോഫിറ്റ് അനുസരിച്ചാണ് നമ്മൾ ബിസിനസിന്റെ എഫിഷ്യൻസി നമ്മൾ മെഷർ ചെയ്യും. നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിലാണ് പോണേന്ന് പറയാം. നമുക്ക് പ്രോഫിറ്റ് കുറവാണെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി കുറവാണ്, അത് ഇംപ്രൂവ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവും. അടുത്തതാണ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഇൻ ബിസിനസ്. ഈ ബിസിനസിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ഇതാണ് പ്രോഫിറ്റിന്റെ റോൾ. അടുത്ത ബിസിനസ് റിസ്ക് ഇല്ലാതെ ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല.
നമ്മളൊരാൾ ബിസിനസ് ചെയ്യുമ്പോൾ ആളുടെ സ്വന്തം റിസ്കിലാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് പൈസ ഇടും. ചിലപ്പോൾ ആൾക്ക് ലോസ് ആയിരിക്കും. കാരണം ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അത് അൺസർട്ടൈൻ ആയിരിക്കും. പല കാരണങ്ങളും കൊണ്ട് അത് അൺസർട്ടൈൻ ആവാം. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ബിസിനസ് റിസ്കിന്റെ നേച്ചർ നോക്കുക. അൺസർട്ടനിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല എങ്ങനെയുള്ള റിസ്ക്, എന്തൊക്കെ റിസ്കുകൾ നമുക്ക് വരും എന്നൊരു ബിസിനസ്സിൽ. പിന്നെ പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക്. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതാണ് ബിസിനസ്. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. പിന്നെ ഡിഫിക്കൽട്ടി ടു മെഷർ. ഈ റിസ്ക് നമുക്ക് എത്ര റിസ്ക് വരും, എന്തൊക്കെ റിസ്ക് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാനായിട്ട് ഒരുപാട് പാടാണ്. നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാൻ റിസ്ക് ഒരിക്കലും മെഷറബിൾ അല്ല. ശരിക്കും നമ്മൾ ക്വാണ്ടിറ്റി ടേംസിലൊന്നും നമുക്ക് ഒരിക്കലും റിസ്കിനെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ബിസിനസ്. റിസ്ക്കും ബിസിനസ്സും ഒരു സെയിം കോയിന്റെ രണ്ട് സൈഡാന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും ബിസിനസ്സിനും റിസ്കിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിസിനസിന്റെ ഒരു പാർട്ടാണ് എപ്പോഴും റിസ്ക് എന്ന് പറയുന്നത്. അടുത്ത വേരിയബിലിറ്റി. റിസ്ക് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും, പല റിസ്കുകളും വരാം. ഇനി എന്തൊക്കെയാണ് ഒരു ബിസിനസ്സിൽ റിസ്ക് വരാനുള്ള കാരണങ്ങൾ, കോസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. നാച്ചുറൽ കോസസ്. നാച്ചുറൽ നമുക്കറിയാം, ഫ്ലഡ്, ഫയർ, ലൈറ്റ്നിങ്, തണ്ടർ, അങ്ങനെയുള്ള ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് ബിസിനസ്സിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം. അത് ഒന്നാമത്തെ ഒരു നാച്ചുറൽ കോസസ് ആയിട്ട് പറയാം. രണ്ടാമത്തെ ഇക്കണോമിക് കോസസ്. നമ്മുടെ ഇക്കണോമിക് കണ്ടീഷൻസ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ ഭയങ്കര എല്ലാത്തിനും വില കൂടി നിൽക്കുന്ന ഫ്ലക്ച്വേഷൻസ് വരാം, ഡിപ്രഷൻ ടൈം വരാം. അതിനനുസരിച്ച് നമ്മൾക്ക് റിസ്ക് വരാം. പൊളിറ്റിക്കൽ പാർട്ടീസ് മാറി മാറി വരുന്നതും അവരുടെ ടാക്സേഷൻ പോളിസിയിലുള്ള ഡിഫറൻസ് കാരണം നമുക്ക് റിസ്ക് വരാം. പിന്നെ ഹ്യൂമൻ റിസ്ക്. നമ്മുടെ ഹ്യൂമൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അവരെന്തെങ്കിലും ഡാമേജ് മെഷീൻസിനൊക്കെ വരുത്തി, ഇതൊക്കെ നമുക്ക് വരുന്ന റിസ്ക് ആണ്. പിന്നെ ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ റിസ്ക് എന്ന് പറയുമ്പോൾ ഓരോ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ പഴയ ടെക്നോളജീസ് ഒബ്സലേറ്റ് ആവും. അപ്പൊ പുതിയ ടെക്നോളജികൾ വരുമ്പോഴും നമുക്ക് പല റിസ്കുകളും വരാം. ഇതൊക്കെയാണ് മേജർ ആയിട്ട് ഒരു ബിസിനസ്സിൽ റിസ്ക് വരാനുള്ള കാരണങ്ങൾ. ഈ റിസ്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതാണ് ഇൻഷുറൻസ്. പല റിസ്കുകളിൽ നിന്നും ഇൻഷുറൻസ് ബിസിനസ്സിനെ രക്ഷിക്കും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പലതരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട്. എക്സ്ട്രാക്ഷൻ ബിസിനസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ബിസിനസ് ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകളുണ്ട് കേട്ടോ. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൽ നമ്മൾ പല ആക്ടിവിറ്റി ഉണ്ട്, പക്ഷെ ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത് എപ്പോഴും പ്രൊഡക്ഷൻ ആയിരിക്കും. അവിടെ പ്രൊഡക്ഷൻ ടൈപ്പ് ഓഫ് ബിസിനസ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഉള്ള ബിസിനസ്സുകളെയാണ് നമ്മൾ ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ഫുഡ് ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ഇതൊക്കെ ഇവിടെ പ്രൊഡക്ഷൻ ആണ്. ഇതൊക്കെയാണ് ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസിനെ പലതായിട്ട് പറയും. ഒന്ന് അവരുടെ നേച്ചർ ഓഫ് ആക്ടിവിറ്റി, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി. പ്രൈമറി എന്ന് പറയുന്നത് നേച്ചുറൽ എക്സ്ട്രാക്ഷൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, അവർ നാച്ചുറൽ എക്സ്ട്രാക്ഷൻ, അവർ റോ മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അവരെയാണ് നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയാം. സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഈ പ്രൈമറി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വെച്ച് ഫിനിഷ്ഡ് ഗുഡ്സോ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് എന്ത് പറയുന്നത്, സെക്കൻഡറി. ടെറിട്ടറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രീസിനെ സഹായിക്കുന്ന വേറെ ട്രേഡ് സംഭവങ്ങളെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, അങ്ങനത്തെ ഉള്ള ഇൻഡസ്ട്രീസിനെയാണ് ടെറിഷറി ഇൻഡസ്ട്രീസിൽ പറയാം. അടുത്ത ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഗുഡ്സ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഉണ്ട്, കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. നമ്മൾ കൺസ്യൂമറിന് നേരിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഗുഡ്സ്, എന്നിപ്പോൾ ഫുഡ് ആയിരിക്കാം, FMCG ഗുഡ്സ് ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പ്രൊഡക്ഷൻ ഒരു ക്യാപിറ്റൽ ഗുഡ്സ്, വെരി ഷിപ്പ് മേക്കിംഗ്, അങ്ങനത്തെയൊക്കെ ഇൻഡസ്ട്രീസും രണ്ട് തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ആണ് അതിലുള്ളത്. പിന്നെ ഓൺ ദ ബേസ് ഓഫ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഹൈ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്, സ്മോൾ സ്കെയിൽ ആയിട്ട് നടത്തുന്ന ലൈറ്റ് ഇൻഡസ്ട്രീസും ഉണ്ട്. അതുപോലെ സൈസിലും ഹെവി സ്മോൾ ഇൻഡസ്ട്രീസും ഉണ്ട്, ലാർജ് ഇൻഡസ്ട്രീസും ഉണ്ട്. ഇതാണ് ഇൻഡസ്ട്രീസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത കൊമേഴ്സ് എന്താണെന്നാണ്. കൊമേഴ്സ് നമുക്കറിയാം, ഈ ഇൻഡസ്ട്രി ഒരു ബിസിനസ് നടക്കാനുള്ള ഒരു ആക്ടിവിറ്റീസ്, അതിലുള്ള ആക്ടിവിറ്റീസിനാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വസ്തു ഉണ്ടാക്കി നമ്മൾക്ക് അതിൻ്റെ ഇതിലെത്തിക്കണം. എങ്ങനെ ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് ഒരു കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഈ കൊമേഴ്സ് എന്ന് പറയാം. നമ്മളെപ്പോഴും ഒരു അതിനൊരു ചെയിൻ ഉണ്ട്. ലൈക്ക് ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ്, ഗുഡ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, കൺസ്യൂമേഴ്സ്. ഒരു പ്രൊഡ്യൂസർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഹോൾസെയിലർ ബൾക്കായിട്ട് മേടിച്ച് അത് റീറ്റെയിലേഴ്സിലെ കടകളിൽ എത്തി നമുക്ക് കൺസ്യൂമേഴ്സിന് കിട്ടുന്നു. അങ്ങനെ ഒരു വേ ഓഫ് ചാനലിനെയാണ് നമ്മൾ ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് കൊമേഴ്സ്. അതിൽ തന്നെ അടുത്ത് പറയുന്നത് ട്രേഡ് എന്ന് പറയുന്നതും ഇതുപോലെയാണ്. അതിലുള്ള ആക്ടിവിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, ഇൻഷുറൻസ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ട്രേഡിലും പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ നേച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എന്നുള്ള ചാപ്റ്ററിലുള്ളത്. താങ്ക് യു. അപ്പൊ നമ്മളിപ്പോൾ
ബിസിനസ് സ്റ്റഡീസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ്. ഇതിനകത്ത് നമ്മൾ ബിസിനസ് എന്താണ്, ബിസിനസ് ആക്ടിവിറ്റീസിനെ പറ്റിയും ബിസിനസ് റിസ്കിനെ പറ്റിയും ബിസിനസ് പ്രൊഫഷൻ എംപ്ലോയ്മെന്റിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് നോക്കാം. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഡെയിലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാവിലെ എനിക്ക് തൊട്ട് ജോഗിങ്ങിന് പോവുക, ന്യൂസ് പേപ്പർ വായിക്കുക, ജോലിക്ക് പോവുക, കുക്ക് ചെയ്യുക, ഈ വക ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് എന്ന നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, ജോലിക്ക് പോകുന്നത് നമ്മുടെ ബാക്കി എല്ലാ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് മണി വേണം, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡൺ ഫോർ സാറ്റിസ്ഫൈങ് ദ ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ കോൾഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമുക്ക് എപ്പോഴും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. മണി എന്നൊരു ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി, മണിക്ക് വേണ്ടിയല്ല, മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്ന നമ്മുടെ ആക്ടിവിറ്റീസിനെയാണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഇപ്പൊ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകുന്നത് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി പറയാം, നമുക്ക് പൈസയ്ക്ക് വേണ്ടിയാണ്. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ നമുക്ക് പറയാം നമ്മുടെ മെഡിറ്റേഷൻ, ജോഗിങ് എല്ലാം നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസ് നമുക്ക് മൂന്നായിട്ട് പറയാൻ പറ്റും, പ്രൊഫഷൻ, ബിസിനസ് ആൻഡ് എംപ്ലോയ്മെന്റ്. പ്രൊഫഷൻ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്. ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ക്രിക്കറ്റേഴ്സ്, ഇവരെല്ലാം പ്രൊഫഷണൽസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊഫഷണൽസ്, എന്താണ് പ്രൊഫഷണൽസ്, എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഈ പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവരൊരു പ്രൊഫഷണൽ ഡിഗ്രിക്ക് ഉടമയായിരിക്കും. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കോളേജിൽ നിന്നോ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ആളെയാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്ന് വിളിക്കുക. അവർ നോളജ് ഉള്ള സ്കില്ലുള്ള ആൾക്കാരാണ് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ MBBS ഡിഗ്രി ഉള്ളവരെയാണ് നമ്മൾ ഡോക്ടർ എന്ന് പറയാം. അവർക്ക് നോളജും സ്കില്ലും ഉണ്ടായിരിക്കും ആ പെർട്ടിക്കുലർ സർവീസ് റെന്റ് ചെയ്യാനുള്ള. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ തരുന്ന സർവീസ് അല്ലെങ്കിൽ സേവനത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിന് നമ്മൾ ഫീസ് എന്നാണ് പറയാം. അപ്പൊ സർവീസ് റെന്റഡ് ബൈ പ്രൊഫഷണൽസിന് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ ആണ് ഫീസ് എന്ന് പറയുന്നത്. ഇവരുടെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഡോക്ടറെ കാണാൻ പോയി അങ്ങനെ നമ്മൾ വെറുതെ ഒരു ഡോക്ടറെ കാണാൻ പോയി, ഈ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഇതിലെ മെമ്പർ ഉള്ള ആളായിരിക്കണം. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡോക്ടേഴ്സിന്റെ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉള്ള ഒരാളായിരിക്കും ഡോക്ടർ. അവർ പറയുന്ന ആ ഒരു പ്രൊഫഷണൽ അതോറിറ്റി പറയുന്ന കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ചായിരിക്കും അവർ സർവീസസ് തരാം. അങ്ങനെയുള്ളവരാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു ക്രിക്കറ്റേഴ്സിന് എഴുതുന്നത് ICCയുടെ കീഴിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലെ ക്രിക്കറ്റ് ടീം പ്ലേയേഴ്സ്. അപ്പൊ അവര് ICC പറയുന്ന കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. അതാണ് പ്രൊഫഷണൽസ്. അടുത്ത് നമുക്ക് നോക്കാം എംപ്ലോയ്മെന്റ് എന്താണെന്ന് നോക്കാം. ഈ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, എംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു കോൺട്രാക്ട് ആണ്. എംപ്ലോയറും എംപ്ലോയും തമ്മിലുള്ള കോൺട്രാക്ട്. ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാം, നിങ്ങൾ എനിക്ക് സാലറി തന്നാൽ മതി എന്നുള്ള കോൺട്രാക്ട്. നമ്മൾ ആർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് ആ കമ്പനിയാണ് നമ്മുടെ എംപ്ലോയർ. വർക്ക് ചെയ്യുന്ന ഇതാണ് എംപ്ലോയീസ്. നമ്മളാണ് എംപ്ലോയീസ്. നമ്മൾ ആർക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത് അവരാണ് നമ്മുടെ എംപ്ലോയർ. ഈ എംപ്ലോയി അവരുടെ ടൈമും ഹെൽത്തും എല്ലാം ഇവിടെ സ്പെൻഡ് ചെയ്ത് എംപ്ലോയർക്ക് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം നമ്മൾക്ക് എംപ്ലോയീസിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന സാലറിയാണ്. അതാണ് അവർക്ക് കിട്ടുന്ന റിട്ടേൺ. ഇതിനകത്ത് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല സാലറി കിട്ടണം, ഇത്ര അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യണം, നമുക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻ വേണം, നമ്മുടെ ലീവ്, അങ്ങനെ ഒരുപാട് കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ചായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാം. ഇനി ഈ എംപ്ലോയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ആണ്. ഇപ്പോൾ ഇത്ര നാൾ ഇവിടെ നന്നായി വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറുന്നത്. അപ്പൊ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്ബിഹേവോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എംപ്ലോയർക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം. ഇത് വൈസ് വേഴ്സ, നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കും ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് എപ്പോഴും ലീഗലായിരിക്കും. ഇനി അടുത്തത് നമ്മൾ ബിസിനസ് എന്താണ് പറയുന്നത്. നമുക്കറിയാം നമ്മളുടെ ചുറ്റുപാട് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനകത്ത് പർച്ചേസ് ആയിരിക്കാം, സെയിൽസ് ആയിരിക്കാം, പ്രൊഡക്ഷൻ ആയിരിക്കാം. അതൊക്കെയാണ് ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വേറെ റെഗുലർ ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നതിന് ഒരൊറ്റ മോട്ടീവുള്ളൂ, പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന്റെ മോട്ടീവ്. അപ്പൊ ഈ ബിസിനസ് മറ്റു പ്രൊഫഷനെയോ എംപ്ലോയ്മെന്റിനെയോ സംബന്ധിച്ച് ഒരു ഡിഫറൻസ് ആണ്. ഒരുപാട് റിസ്ക് ഉണ്ട്. കയ്യിൽ നിന്ന് ക്യാപിറ്റൽ ഇട്ട് വേണം നമ്മളത് ബിസിനസ് ചെയ്യാൻ. അത് നമുക്ക് ലോസ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ബിസിനസ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിലാണ് എല്ലാ റിസ്ക്കും ബിസിനസ്സിലുള്ളത്. ഇതാണ് 3 തരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്: ബിസിനസ്, എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഫഷൻ. ഇനി നമുക്കിത് മൂന്നും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്താണ് ബിസിനസ്? ഈ ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെന്റും ഓരോ ബേസിസ് വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ
ആദ്യം നമ്മൾ ബേസിസ് എടുക്കുന്നത് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിന് ട്രേഡ് മാർക്ക്, ട്രേഡ് ബുക്ക്, കോപ്പിറൈറ്റ്, അങ്ങനെ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് വെച്ച് മാത്രമേ നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റൂ. പക്ഷെ ഒരു പ്രൊഫഷണൽ ആവണമെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ഇതിൽ മെമ്പർഷിപ്പ് എടുത്താൽ നമുക്കൊരു പ്രൊഫഷണൽ ആവാൻ പറ്റും, പ്രൊഫഷണൽ ബോഡിയിൽ. അടുത്തത് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഞാനിവിടെ വർക്ക് ചെയ്യുക, ഒരു ജോബ് എടുത്താൽ നമുക്കൊരു എംപ്ലോയ്മെന്റ് കിട്ടും. അതാണ് ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വെച്ച് കമ്പാരിസൺ. അടുത്താണ് ക്വാളിഫിക്കേഷൻ. ബിസിനസ് ചെയ്യാനായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ബിസിനസ് ചെയ്യാൻ ധൈര്യമുള്ളവർക്ക് ആർക്കും ബിസിനസ് ചെയ്യാം. പക്ഷെ ഒരു പ്രൊഫഷണൽ അങ്ങനെയല്ല. ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, നോളജ് ആൻഡ് സ്കിൽ ഉള്ള ആൾക്ക് മാത്രമേ പ്രൊഫഷണൽ ആവാൻ പറ്റൂ. അടുത്തൊരു എംപ്ലോയ്മെന്റ് കാര്യം എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയർ നിർദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ജോബ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ എംപ്ലോയ്മെന്റ് കിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ക്യാപിറ്റൽ. ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്കറിയാം ഇനീഷ്യൽ ക്യാപിറ്റൽ ആവശ്യമാണ്. നമ്മുടെ ബിസിനസിന്റെ സൈസിനനുസരിച്ചാണ് ക്യാപിറ്റൽ. വലിയ ബിസിനസ് ആണെങ്കിൽ ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണം. സ്മോൾ ബിസിനസ് ആണെങ്കിൽ സ്മോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണം. പക്ഷേ പ്രൊഫഷണൽ കാര്യത്തിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, പക്ഷേ ഒരു ബിസിനസിന്റെ അത്ര നമുക്ക് വേണ്ട. ഇപ്പൊ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ഡോക്ടർ ഇത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഡോക്ടർ ആളെ കൺസൾട്ടൻസി തുടങ്ങുകയാണെങ്കിൽ അപ്പൊ ആൾക്ക് ഒരു റൂം റെന്റിന് എടുക്കേണ്ടി വരും, കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ വേണം. അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മതി. ഇതിന് രണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എംപ്ലോയ്മെന്റിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. കാരണം നമ്മൾ വേറൊരു ഓർഗനൈസേഷന് വേറൊരാൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടേതായ രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നേച്ചർ ഓഫ് വർക്ക്. ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പർച്ചേസ്, സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ എക്സെട്ര. മറ്റേതിലാണെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പെർട്ട് സർവീസ് എന്താണ്. ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ അയാൾ കൊടുക്കുന്ന സർവീസ്, ലോയർ ആണെങ്കിൽ അയാൾ കൊടുക്കുന്ന സർവീസ്, ആ എക്സ്പെർട്ട് സർവീസ് മാത്രമേ ഉള്ളൂ. എംപ്ലോയ്മെന്റ് കാര്യത്തിലാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഓഫ് ജോബ്, നമ്മുടെ ജോബ് എന്താണ് നമ്മൾ പെർഫോം ചെയ്യുക, അതാണ് അവിടെ നേച്ചർ ഓഫ് വർക്കിൽ വരുന്നത്. അടുത്ത റിട്ടേൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ബിസിനസിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, പ്രൊഫഷണൽ കിട്ടുന്നത് ഫീസ് ആണ്, ആൻഡ് എംപ്ലോയ്മെന്റിന് കിട്ടുന്നത് സാലറി ഓർ വേജസ് ആണ്. സാലറി എന്ന് പറയുന്നത് മന്ത്ലി ബേസിസിലും വേജസ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ബേസിസിലോ വീക്ക്ലി ബേസിസിലാണ് കൊടുക്കുക. അടുത്ത റിസ്ക്. ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും റിസ്ക് ആയിരിക്കും നമുക്ക്. കാരണം അൺസർട്ടൈൻ ആണ് നമ്മുടെ റിട്ടേൺ, നമ്മൾ ചിലപ്പോൾ നമുക്ക് ലോസ് ആവും. അപ്പൊ റിസ്ക് ഏറ്റവും കൂടുതൽ ബിസിനസ്സിലാണ്. പ്രൊഫഷണൽ കാര്യമായിട്ട് റിസ്ക് ഇല്ല, പക്ഷെ നമ്മുടെ ഫീസ് കറക്റ്റ് ആയിട്ട് കിട്ടൂ എന്നുള്ള ഒരു ചെറിയ റിസ്ക് മാത്രമേ ഉള്ളൂ. എംപ്ലോയ്മെന്റ് കാര്യത്താണെങ്കിൽ റിസ്ക് ഇല്ല, നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് കൂലി കിട്ടും, അത്രേ ഉള്ളൂ. ഇനി മോട്ടീവ്. പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും എപ്പോഴും ഒരു ബിസിനസ്. പക്ഷേ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ സർവീസ് മോട്ടീവും, എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലേവ്ലിഹുഡ് അച്ചീവ് ചെയ്യാന്നുള്ളൊരു മോട്ടീവ് മാത്രമാണുള്ളൂ. ഇതാണ് ഇതിന്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്.